സൂര്യനിവാസ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ചേച്ചി ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കാം. അവർ വിചാരിച്ചത് ആരാന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് കയറി വന്നുകൊണ്ടേ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. കാരണം സിനിമാ നടനൊക്കെ ആകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് നടന്ന ഒരു കാലമുണ്ടല്ലോ. പെട്ടെന്ന് ആ ഒരു ചെറിയ സിനിമാ താരത്തിൻ്റെ ഒരു ഇതോടുകൂടി അമൃത ചാനലിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വാക്കുകൾക്ക് പഞ്ഞം ആയ ഒരവസ്ഥയാണ്. ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റൂം ഇതാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കിടക്കുന്ന ഈ റൂമിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗസ്റ്റുകൾ കിടക്കുന്ന ഈ റൂമിലായിരിക്കും. കാരണം അത്യാവശ്യം നല്ല റൂം, നല്ല വലിയ റൂമാണ്. പക്ഷേ ഒരു ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ചോർന്ന് കഴിഞ്ഞാൽ ഈ മേളിൽ ഈ ഓല വയ്ക്കാൻ കയറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടേ. അങ്ങനെ ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം ആൻഡ് മെയിൻ ഹാൾ. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയ ബെഡ്റൂമാണത്. ഇവിടെയാണ് ഊമപ്പണ്ണിനൊക്കെ റിലീസായിട്ട് ഇങ്ങനെ വന്ന് കിടന്ന് ശരിക്കും എൻജോയ് ചെയ്ത് ഇവിടെ കിടന്നിട്ടാണ്. മാത്രമല്ല എന്താ പറയുക, ആദ്യമായിട്ട് മമ്മൂക്ക എൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാതെ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, സ്വപ്നമാണോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ കോട്ടയം നസീറിൻ്റെ ട്രൂപ്പിൽ ആദ്യമായിട്ട് മിമിക്രി കളിച്ചിട്ടും അത് സത്യമാണോ എന്നൊക്കെ നോക്കി രാത്രിയൊക്കെ എണീറ്റിരുന്ന് ഞാൻ പിച്ചയൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ബെഡ്റൂമാണിത്. എന്താ പറയുക, എൻ്റെ പ്രേമം ഞാൻ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അച്ഛൻ്റെ റൂം അപ്പുറത്താണ്, അപ്പൻ്റെ അമ്മയുടെ റൂം. ഈ വാതിൽ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശബ്ദമൊന്നും കേൾക്കില്ല. അപ്പോൾ രാത്രി സരിതയായിട്ട് അന്ന് പ്രേമം തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ലേശം തുടങ്ങി. ആ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ നോക്കട്ടെ, ഞാൻ നാളെ വരാൻ ശ്രമിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഡോർ അടയ്ക്കാൻ മറന്നുപോയി. കാർന്നവർ ഇവിടെ നിൽക്കുക, ആർക്കാടാ രാത്രി ഞാൻ പറഞ്ഞു മറ്റേ ട്രൂപ്പിലെ അവർ പ്രോഗ്രാം മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എന്നാണോ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ 4 ചുവരിന് കഥ പറയാൻ പറ്റിയിരുന്ന എന്തൊക്കെ കഥ പറഞ്ഞു. ഗൗരി ചേച്ചി ഇതെവിടെയാണ്? എന്തുണ്ട് വിശേഷം? ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മീനൊക്കെ കടം തന്നിട്ട് കുറെ നാളല്ലേ ചെയ്യണ്ടത്. ഇല്ല, നമ്മുടെ അമൃത ചാനലിന്റെ ചെറിയൊരു പരിപാടിയായിട്ട് വന്നതാ. എന്താണ് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അപ്പൊ പറയും. വിശേഷം ചോദിച്ചാലും എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ചാളയമായില്ലേ, അതല്ല എന്തുണ്ട് വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് എന്തൊക്കെയുണ്ട് പിന്നെന്ത് ചാളയില്ല അല്ലേ? ഞാൻ വരാം. ആരാ ശ്രീദേവി? അവര് പക്ഷെ നിങ്ങളെ പോലെ ഒന്നുമല്ല, കടം തരും. ജോയി ചേട്ടാ സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങളോട് കഥകളും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്ന ജോയി ചേട്ടൻ വലിയ പ്രേം നസീറിൻ്റെ ഒക്കെ വലിയ ഫാനാണ്. നമ്മളൊന്നും വലിയ കാര്യമൊന്നുമില്ല പുള്ളിക്ക്. അനുസരിച്ച് ഞാൻ പോയിട്ട് പറഞ്ഞില്ല, പണ്ടത്തെ ഡാൻസ് ടീച്ചറാ. എവിടെയൊക്കെ വന്നിട്ട് 9 മണിക്ക് ക്ലാസ്സിൽ പോയാൽ മതി, അല്ലെങ്കിൽ കോളേജിൽ പോയാൽ മതി. നമ്മളൊരു 8 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിന്ന് അംഗങ്ങൾ തുടങ്ങും. ഒരാവശ്യമില്ല. പണ്ട് ഒരു 2-3 തൂണൊക്കെ ഉണ്ടായിരുന്നു. ആ തൂണും ചാരിന്ന് പെണ്ണും കൊണ്ട് പോകുന്നതാണല്ലോ. അതുകൊണ്ട് കുറേ നാൾ തൂണും ചാരിയൊക്കെ നിന്നതാണ്, ഒരു ഗുണമുണ്ടായില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ എപ്പോഴും വന്ന് എന്താ പറയുക പ്രാർത്ഥിക്കുന്ന പാട്ട്. ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ആകെ കൂടി പ്രേമം മാത്രം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ആ പ്രായത്തിൽ എന്തുണ്ടാവാനാണ്. കാരണം എന്തായിത്തീരുന്ന പോലും നമുക്കറിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ആ പെൺകുട്ടി എന്നെ ഇഷ്ടമാണെന്ന് പറയണേ, അല്ലെങ്കിൽ അതൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇനി എല്ലാ പ്രേമം പൊളിഞ്ഞു പോകും. അപ്പോഴത്തേക്കും പ്രാർത്ഥിക്കും ഇവിടെ വന്നിട്ട് ഇത് ശാശ്വതമാകുകയാണെങ്കിൽ ഞാൻ ഇത്രയും പെട്ട് മെഴുകുതിരി എത്തിക്കാം, ഇല്ലെങ്കിൽ ഇത് ഒരാഴ്ച കൊണ്ട് പൊളിഞ്ഞു പോകണം. അങ്ങനെ വന്ന് എല്ലാം ഒരാഴ്ച കൊണ്ട് പൊളിഞ്ഞു പോയി. പക്ഷെ ലാസ്റ്റത്തെ ഒരു പ്രേമം മാത്രം നിലനിന്നു. അതാണ് സാമി ഇല്ലയോ? സാമി ഇല്ലയോ? എവിടെ പോയി? പിള്ളേരായിരുന്നല്ലോ അത്. പറഞ്ഞോ? ഞാൻ അപ്പോൾ മാമിയും സ്വാമിയും കൂടി എവിടെ പോയിരുന്നു? അമ്പലത്തിലോ? ബാംഗ്ലൂരിലല്ലേ? പിള്ളേർ ഇന്ന് ക്ലാസ്സിലല്ലോ. എവിടെ പോയിട്ടുണ്ട്? 3 നാടക റിഹേഴ്സലാ. ഞാൻ വിട്ടോട്ടെ, സമയത്ത് പറയുമെന്നാ പോയി പറയാം. ചൊല്ലുമ്പോ വ്യാഴാഴ്ച ദിവസം സ്വാമി ഞാൻ ഇവിടെ അമ്പലത്തിൽ പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. 3 മക്കളുണ്ട്. സ്വാമി അപ്പുറത്ത് നിൽക്കുക. അപ്പം ഞാൻ ഇവിടുന്ന് സ്വാമിയുടെ വോയിസിൽ ഞാൻ പറഞ്ഞു, എടി പൂർണിമ വാടി എന്ന് പറഞ്ഞു. പുള്ളിക്കാട്ടിയോടെ നോക്കണ്ട്. അപ്പോൾ പുള്ളി ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൊച്ചു വേഗം അകത്തുനിന്ന് മുണ്ടൊക്കെ എടുത്തിട്ട് വേഗം അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പം അന്ന് സ്വാമി പറഞ്ഞു, പുള്ളി പറഞ്ഞു, ഏയ് അത് ഞാനല്ലടി ജയസൂര്യ താൻ പേസണേ എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര ഡയലോഗ് അടിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. കാരണം മോക്ക് വരെ
അച്ഛൻ്റെ ശബ്ദം മാറിപ്പോയൊരു നിമിഷം. സ്വാമിയുടെ വീട് നിങ്ങൾ കണ്ടില്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഇത് കൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കടയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമി ഇപ്പോൾ ഉള്ളത് എവിടെയാണ്, എന്താണ് കറക്റ്റ് ഡീറ്റെയിൽ അറിയാം. എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇത്ര ദൂരം കണ്ടില്ല നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ ഉള്ളൂ. സ്വാമി അവിടെ നിന്ന് വിളിച്ചു പറയും, കണ്ടില്ലേ, നാളെ ഞാനിവിടെ ഇല്ല, നാളെ ഞാനിവിടെ കൊടുങ്ങല്ലൂരാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. ഈ MS തൃപ്പൂണിത്തറയുടെ വീട് പുള്ളി അവിടെ, പുള്ളിയുടെ വീട് അവിടെയാണ്. പക്ഷേ പുള്ളി ഇനി 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. കറക്റ്റ് ഡീറ്റെയിൽ അറിയാം. കാരണം ഇത്രയും പതുക്കെ ശബ്ദം അറിയാമല്ലോ, പയ്യെ പറഞ്ഞ് പറവൂര് കേൾക്കും. പിന്നെയുള്ള എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കള്ളന്മാർ കയറുന്നത് MS ചേട്ടൻ്റെ വീട്ടിലായിരിക്കും ആണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളന്മാരൊക്കെ ഈ ഏരിയയിൽ രാത്രിയാകുമ്പോൾ പതുങ്ങി വരുമ്പോഴത്തേക്കും പുള്ളി പറയും, നാളെ ഞാൻ ബാംഗ്ലൂർ പോവാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ കള്ളം പറയും, നമുക്കൊരു കാര്യം നമുക്ക് ഈ വീട്ടിൽ തന്നെ കയറാം, ഒരാഴ്ച കഴിഞ്ഞിട്ടേ പുള്ളിയുള്ളൂ. അങ്ങനെ ഒരു പ്രൊഫഷനും കൂടി ഉണ്ട് പുള്ളിയുടെ ശബ്ദത്തിന്. പക്ഷെ എന്ത് പറഞ്ഞാലും പുള്ളിക്കൊരു കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് സമാധാനം. വേറെ വ്യക്തികളൊക്കെ ആണെങ്കിൽ അപ്പോൾ വീട്ടിൽ കയറി തല്ലും. പിന്നെ പണ്ട് തൊട്ട് അറിയാം ഇവനൊന്നും നന്നാവൂല, അതുകൊണ്ടായിരിക്കും പുള്ളിയൊന്നും പറയാത്തത്. ഇത് റേഷൻ കടയാണ്, ഇവിടുത്തെ റേഷൻ കട ഉണ്ടല്ലോ. ഈ റേഷൻ കടയിൽ ഞാനൊരു 5ലോ 6ലോ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനുമായിട്ട് ബെറ്റ് വെച്ചു. അവൻ പറഞ്ഞു, നിനക്ക്, ഞാൻ പറഞ്ഞു ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ട് ഈ കടയിൽ വന്നിട്ട്, എൻ്റെ വീടറിയാമല്ലോ, ഇപ്പോൾ ഏകദേശം 1-2 കിലോമീറ്റർ ഉണ്ടല്ലോ, നൈറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ട് നിനക്ക് എന്തെങ്കിലും റേഷൻ മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അന്താരാഷ്ട്ര തൊലിക്കട്ടിയുടെ ഞാൻ മേടിച്ചുകൊണ്ട് വേണേൽ സാരി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് പെരുവഴി കൂടി നൈറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വന്ന് റേഷൻ മേടിച്ചിട്ട് പോയി. അവൻ വാക്ക് പാലിച്ചു, ഒന്നും തന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രീഡം എന്ന് പറഞ്ഞ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ അറിയുമായിരിക്കുന്നത്, റിനിൽ എന്ന് പറയും. അവനെ ഞാനിവിടെ വരും. ഇവിടെ വന്നിട്ട് ചിലപ്പോൾ അന്ന് പ്രോഗ്രാമൊക്കെ കുറവായതുകൊണ്ട് കയ്യിൽ പൈസയും കുറവായിരിക്കും. അപ്പോൾ അവനിവിടെ ഇരിക്കും, ഞാനിവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ പറയും, നമുക്ക് ജാടയ്ക്ക് കുറവില്ല, എന്തെന്ന് ചോറ് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യും. ലാസ്റ്റ് എന്തെങ്കിലും നമുക്ക് ബീഫ്, അവൻ ഭയങ്കര എളിമയോടുകൂടി പറയും, എടാ ഒരു ബീഫ്, ഞാൻ പറഞ്ഞു ബീഫ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാലിങ്ങനെ താഴേക്ക് തട്ടും. അങ്ങനെ നമ്മൾ ഗ്രേവിയിൽ ഒതുക്കും. ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് ഭയങ്കര ടേസ്റ്റാണ്. പുട്ട്, അപ്പം, പൊറോട്ട, നല്ല കൈപ്പുണ്യമുള്ളവരാണ്. ഇതാണ് സെൻറ്റ് ജോർജ് UP സ്കൂൾ. ഇവിടെയാണ് 1 മുതൽ 6 വരെ ഞാൻ പഠിച്ചത്. ഈ പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് കിട്ടുന്ന റോസാപ്പൂവാണെങ്കിലും ചെമ്പരത്തി ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് നഴ്സറി സ്കൂളായിരുന്നു. 2 ഉണ്ടായിരുന്നു, ഒന്ന് ഇവിടെ ഒന്ന് ഇപ്പുറത്തുണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ചു. അവിടെയാണ് ആദ്യമായിട്ട് അമ്മ സ്കൂളിൽ നഴ്സറി ചേർക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒച്ചപ്പാടും ബഹളം, അതൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത് അവിടെയാണ്. അതിപ്പോൾ ഇല്ല. ഈ സ്റ്റേജിലൊരു കഥയുണ്ട്, പറഞ്ഞുതരാം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഇതിപ്പോൾ ക്ലാസ്സാക്കി, ഇത് സ്റ്റേജായിരുന്നു, ഇതൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇവിടെ എവിടെയായിരുന്നു കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് താഴെ ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരുത്തൻ്റെ, ഇപ്പം ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സുജീഷ് എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ മടിയിൽ ഇതിങ്ങനെ കിടന്നിട്ട് ഇപ്പുറത്തൊരു പെൺകുട്ടി, അന്ന് നല്ല പഠിക്കണം കേട്ടോ, ആ പെൺകുട്ടീനെ ഇങ്ങനെ കിടന്നിട്ട് ചുമ്മാ കണ്ണിറുക്കി കാണിക്കുക. ടീച്ചർ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ അവിടെ അങ്ങനെ കൃഷ്ണൻ അവനോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കൃഷ്ണൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ടീച്ചർ ഇങ്ങനെ വിളിച്ചു, ഇവിടെ ഇരുന്നോട്ടോ കേട്ടോ, തമാശ പറയല്ല, വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, ജയമോനെ ഇവിടെ വാ എന്ന് പറയും. എന്താ എന്നും പറഞ്ഞ് നേരെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചെവിക്ക് ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് കറക്കിയിട്ട് ഇനി മോൻ പോയിരി എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് വന്നിരുന്നു. പിള്ളേർക്ക് ചോദിച്ചെന്താ ഇത്രയും പേരുണ്ടായിട്ട് ആരും ഒന്നും ചെയ്തില്ല, നിനക്ക് മാത്രം എന്താ, നിന്നെ മാത്രം പിച്ചത്? ഞാൻ പറഞ്ഞു അത് ഇന്നലെ ട്യൂഷന് പോകാതിരുന്നുകൊണ്ട് ഇങ്ങനെ പിച്ച് ചെയ്താ, അതാ അന്ന് ഇപ്പോൾ പിച്ച്. ഞാൻ പറഞ്ഞു ഇപ്പോഴായിരിക്കും അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നോണയൊക്കെ പറഞ്ഞിങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ നോക്കി സൈറ്റ് അടിച്ച സ്ഥലമാണ് ഈ സ്റ്റേജ്. ഒരു ഇംഗ്ലീഷ് പോയം പഠിക്കാൻ പറഞ്ഞു. നമ്മൾ പിന്നെ പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും പഠിക്കാത്തതെന്ന്. ഒരാളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ നിർത്തിയേക്കുക.
അപ്പോൾ ടീച്ചർ ഇവിടെ നിന്നിട്ട് എല്ലാവരും പോടാ അടുത്തള്ളേ എന്നും പറഞ്ഞപ്പോൾ അടിക്കാൻ നിൽക്കുന്നവരിങ്ങനെ ക്യൂ നിൽക്കണം, അടിച്ചവർ അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കണേ, അവിടം വരെ എത്തി, അടി കഴിഞ്ഞിട്ട് പോവാം. അടി കിട്ടുമ്പോൾ കാര്യം ഉറപ്പാണ്, നല്ല വേദനിച്ച് പിള്ളേർ കരഞ്ഞിൻ്റെ കോടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് ഏകദേശം ഒരു 5 പേർക്ക് പുറകിലാണ് ഞാൻ. അപ്പോൾ ഞാനിവിടെ നിന്ന് വെറുതെ എന്നും പറഞ്ഞ് വെറുതെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങോട്ട് അടി കിട്ടിയ പോലെ. അപ്പോൾ ഒരുത്തനടുത്ത് നിന്ന് ഏയ് നിനക്ക് അടി കിട്ടിയിട്ടില്ല, നിനക്ക് അടി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ആരും പറഞ്ഞത് കണ്ടില്ലേ. വെറുതെ അന്ന് ആദ്യമായിട്ട് അഭിനയിച്ചത് അവിടെ വെച്ച. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, സാൻസ്ക്രിറ്റ് സ്കൂൾ. തുറക്കേ ഓൾഡ് സ്റ്റുഡൻസ്. ഇതിൻ്റെ അകത്ത് പിന്നെ ആ ക്ലാസ്സിൽ ഇങ്ങനെ 3 ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഒരു തമാശ ഉണ്ട്. അതായത് ഇതാണ് ക്ലാസ്, അത് ടീച്ചേഴ്സ് റൂമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് തുടങ്ങും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടായിട്ട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച് വരിക, മറ്റേതാ. അപ്പോൾ അവൻ ഈ ക്ലാസ്സിൽ കയറും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നീ കയറിക്കോ, ഇവിടെ നിൽക്കും, കയറിക്കോ എന്ന് പറഞ്ഞ് പോകും. അപ്പം ഞാൻ അവിടെ അതാണല്ലോ ക്ലാസ്. സാർ കയറിക്കോട്ടെ സാർ. അപ്പോൾ സാറിന് അയ്യോ പയ്യൻ്റെ ആത്മാർത്ഥത യെസ് എന്ന് പറഞ്ഞ് ഞാൻ നേരെ അകത്തേക്ക് കയറുവേ. ഒരു ദിവസം ഇത് സ്ഥിരം പരിപാടിയാണ്, ഗവൺമെൻറ് സ്കൂളാണല്ലോ, എന്തോ ദിവസം കളിക്കാൻ. ഒരു ദിവസം ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു അളിയാ വൈകിട്ട് നേരത്തെ നീ കയറിക്കോ. ഇങ്ങനെ പതിവ് പറയാൻ സാർ. ഇപ്പം ഞാൻ കണ്ടില്ല ഇവിടെ നിന്ന് ഒരു സാർ ഇവിടെ വന്നിട്ട് ജയ 2 അടി ഓടിയതിനാണോ ഇത്ര കഥയ്ക്കണേ എന്ന് വെച്ച്. കാരണം സാറിൻ്റെ റൂം അപ്പുറത്താണ്. ഞാൻ പറഞ്ഞു സാർ അത് പിന്നെ അന്ന് അത് പൊടിഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അത്. പണ്ട് നമ്മൾ ഇഷ്ടമാണെന്ന് പറയുമല്ലോ, നിങ്ങൾ വിചാരിക്കുമല്ലോ എനിക്ക് ഈ പ്രേമത്തിൻ്റെ കഥ മാത്രമേ പറയാനുള്ളൂ. അതൊന്നുമല്ല കേട്ടോ, അത് മാത്രമേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ലല്ലോ. അപ്പോൾ പറയാൻ ചമ്മലായിരിക്കും ഒരിക്കലേ. കാരണം കുട്ടിയുടെ മുമ്പിൽ പോയിട്ട് എന്താ പറയുക എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാണെങ്കിൽ ഗഡ്സ് ഇല്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ മരത്തിലിങ്ങനെ എഴുതിയിടും, ഇങ്ങനെ ജയസൂര്യ ലവ് ഇന്ന ആളുടെ പേര്. അപ്പോൾ ആ കുട്ടി വന്നിട്ട് ഒരു ദിവസം ഭയങ്കര കരച്ചിലും ബഹളോ. ഞാൻ പറയും എനിക്കറിയാം ഇതെവിടെ നമ്മൾ തന്നെ എഴുതിയിട്ടാണ്. ഞാൻ പറയും ഇത് ആരെഴുതിയിടുന്നത് എനിക്കൊന്നും അറിയില്ല. സത്യം പറത്താനാണോ നമ്മളങ്ങോട്ട് ഒന്നും മിണ്ടണ്ട എന്തൊരു കഷ്ടമാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ കുട്ടിയുടെ അമ്മ ഇവിടെ പഠിപ്പിക്കണ്ട്. കാണാൻ കൊള്ളാതെ കുട്ടിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പുറകെ കിടക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ ആ ഇടയ്ക്ക് അതൊരു ട്രെൻഡായിരുന്നു. പിന്നെ മതിലൊക്കെ അവൻ തന്നെ പോയി എഴുതിയിടും, സിബി മറ്റേ ലവ് ജസ്നാന്ന് എന്തെങ്കിലുമൊക്കെ പേരൊക്കെ എഴുതിയിടും. അങ്ങനെ ഒരുപാട് പേരുടെ പ്രേമങ്ങൾ മാത്രം ഈ മരത്തിന് മാത്രം അറിയാം.